ഹായ് ഫ്രണ്ട്സ്, ക്ലാസ് റൂം പീസിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിലെ എല്ലാ പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വരച്ചിട്ടുള്ള ധരാതലീയ ഭൂപടത്തിൽ അത് വരയ്ക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഷീറ്റുകളുടെ എണ്ണവും അതിൻ്റെ വിന്യാസവും എങ്ങനെയാണെന്ന് നോക്കാം. 0° അക്ഷാംശ രേഖ മുതൽ 0° അക്ഷാംശമായ ഭൂമധ്യരേഖ മുതൽ 60° അക്ഷാംശം 60° ഉത്തര അക്ഷാംശം വരെയുള്ള ഈ പ്രദേശങ്ങളെ മാപ്പ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണമാണ് 900. ഇപ്പോൾ 0° ഭൂമധ്യരേഖ മുതൽ 60° ഉത്തര അക്ഷാംശം വരെയുള്ള പ്രദേശങ്ങളെ മാപ്പ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം 900. അതുപോലെ 0° ഭൂമധ്യരേഖ മുതൽ 60° ദക്ഷിണ അക്ഷാംശം വരെയുള്ള ഈ പ്രദേശങ്ങളെ മാപ്പ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണവും 900 ആണ്. അപ്പോൾ 0° മുതൽ ഉത്തര ദക്ഷിണ അക്ഷാംശം 60° ഉത്തരം 60° ദക്ഷിണം വരെയുള്ള ഈ ടോട്ടൽ പ്രദേശങ്ങളെ മാർക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മാപ്പ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണമാണ് 1800. ഇനി 60° ഉത്തര അക്ഷാംശം മുതൽ 88° ഉത്തര അക്ഷാംശം വരെയുള്ള ഈ പ്രദേശത്തെ 60° ഉത്തര അക്ഷാംശം മുതൽ 88° ഉത്തര അക്ഷാംശം വരെയുള്ള ഈ പ്രദേശത്തെ മാപ്പ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം 210 ആണ്. 210. അതുപോലെ തന്നെയാണ് ദക്ഷിണാക്ഷാംശത്തിലും 60° ദക്ഷിണാക്ഷാംശം മുതൽ 88° ദക്ഷിണാക്ഷാംശം വരെയുള്ള ഈ പ്രദേശങ്ങളെ മാപ്പ് ചെയ്യാനും ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം 210. അപ്പോൾ ടോട്ടൽ 60° മുതൽ 88° വരെയുള്ള ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങൾ വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണമാണ് 420. 210 210 വെച്ച് 420. ഇനി ധ്രുവങ്ങൾ, ഉത്തര ധ്രുവത്തെ മാപ്പ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം 1 ആണ്. ഈ ദക്ഷിണ ധ്രുവത്തെ മാപ്പ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണവും 1 ആണ്. അപ്പോൾ ധ്രുവങ്ങളെ മാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം 2. അപ്പോൾ ധ്രുവപ്രദേശങ്ങൾ വരയ്ക്കാൻ 2 ഷീറ്റുകൾ ഉപയോഗിച്ചു. അപ്പോൾ ടോട്ടൽ 1800-ഉം 420-ഉം രണ്ടും ചേർന്ന് 2222 ഷീറ്റുകളാണ് മാപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു. ക്ലാസുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.